ഇനി ബാക്ക് ഓൺ ദ ടോപ്പിക് ഡെറിവേറ്റീവ്. ഓക്കെ, നമ്മൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫ്, നമ്മുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിച്ചു. ഇത് ബേസിക്കലി ഇവിടുന്ന് മേപ്പോട്ട് വന്ന് നമ്മൾ കയറി പൊക്കൊണ്ടിരിക്കുക, സ്ലോപ്പ് കൂടുതല. അതായത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി വീഴുന്ന നമ്മൾ എന്താണ് സ്ലോപ്പ് കുറവാ, താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് മനസ്സിലായില്ലെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു കയറി നോക്കിയാൽ മതി, അവിടെ സാധനം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടിട്ടുണ്ട്. അത് നോക്കിയാലും നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ സാധനം തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി ബേസിക്കലി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറയാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഞാൻ ഈ പോയിന്റിൽ നിൽക്കുക. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. മനസ്സിലായി? അതായത് ആ പോയിന്റിലെ സ്ലോപ്പിനെ വിളിക്കുന്നതാണ് ഡെറിവേറ്റീവ്. അപ്പൊ ചോദിക്കും, ആ പോയിന്റിൽ എങ്ങനെ സ്ലോപ്പ് വരും? കാരണം തൊട്ട് മുമ്പുള്ള നമ്മൾ പഠിച്ചതാണല്ലോ, സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഡി വൈ ബൈ ഡി എക്സ്, അതായത് ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. ഇവിടെ എന്ത് ചേഞ്ച് ഇൻ വൈ വന്ന്? അതായത് ഈ പോയിന്റിൽ നിന്ന് അവൻ എങ്ങോട്ടും മൂവ് ചെയ്തിട്ടില്ലല്ലോ, ഈ പോയിന്റിൽ തന്നെ നിൽക്കുകയല്ലേ. അപ്പൊ ആ പോയിന്റിൽ എന്ത് ചേഞ്ച് ഇൻ വൈ, ആ പോയിന്റിൽ എന്ത് ചേഞ്ച് ഇൻ എക്സ്? മനസ്സിലായോ? അങ്ങനെ സംശയം തോന്നില്ലേ? അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടാണ് ശരിക്കും പലർക്കും ഇന്നും കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനം ലിമിറ്റ്സ്. കേട്ടോ, ലിമിറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത്. വേറൊന്നുമില്ല, കാണിച്ചു തരാം, വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ലിമിറ്റ്സ്. അപ്പൊ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്താ? അതായത് ഈ പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ്. പക്ഷേങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചേഞ്ച് ഇൻ വൈ, എന്ത് ചേഞ്ച് ഇൻ എക്സ്, അങ്ങനെ പറഞ്ഞ ഒരു അന്യായമല്ലേ? അതായത് ഇപ്പൊ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് നോക്ക്, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഇൻ വൈ ഉണ്ട്. അതായത് ഇവിടുന്ന് ഇവിടം വരെ ഒരു ചേഞ്ച് ഇൻ വൈയും, ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ ഒരു ചേഞ്ച് ഇൻ എക്സും. ഓക്കെ, അതായത് ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ വൈ ഉണ്ട്, ചേഞ്ച് ഇൻ എക്സും ഉണ്ട്. പക്ഷേ നമ്മളോട് വന്നിട്ട് ഈ പോയിന്റിലെ ചേഞ്ച് ഇൻ വൈയും ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറയാനാ? അതായത് ഈ പോയിന്റിൽ നമ്മൾ എങ്ങോട്ടേലും മൂവ് ചെയ്താലല്ല ഒരു വൈ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്തെന്നും എക്സ് ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടും ചേഞ്ച് ഉണ്ടോ? പക്ഷെ ആ നിൽക്കുന്ന പോയിന്റിൽ നമ്മൾ എങ്ങോട്ടും മൂവ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ചേഞ്ച് ഇൻ വൈയും ചേഞ്ച് ഇൻ എക്സും കിട്ടും? അത് ഒരുമാതിരി അതിക്രമമല്ലേ പറയുന്നേ? ഇത് അനങ്ങാത്തൊരു ഭാഗത്തുനിന്ന് അനങ്ങിയ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുക. ഓക്കെ, അത് പറയുമ്പോൾ ഇല്ലോജിക്കലായിട്ട് തോന്നും, പക്ഷെ അവിടെ ഒരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ വന്നേ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ നേരത്തെ പറഞ്ഞ അതേ സിനാരിയോ, അതായത് ഈ പോയിന്റ് എഫ് ഓഫ് എ എന്ന് പറയുന്ന ഈ പോയിന്റ് അതേതാ 1.4 എന്ന് നമ്മൾ ഇത്രയും മേലോട്ട് കയറി. അപ്പൊ ഇവിടെ ഒരു ചേഞ്ച് ഇൻ വൈ ഉണ്ട്, ഇവിടെ ഒരു ചേഞ്ച് ഇൻ എക്സും ഉണ്ടേ. ഇത് നമുക്കറിയാം. നമ്മളോട് പറഞ്ഞ എന്താ? ഈ പോയിന്റിന്റെ ചേഞ്ച് ഇൻ വൈയും ചേഞ്ച് ഇൻ എക്സും കണ്ടുപിടിക്കാനാണ്. അത് പറ്റത്തില്ല, നമുക്കറിയാവേ. അതെന്ത് അക്രമോ? അതായത് അനങ്ങാത്തൊരു വാല്യൂവിന്റെ അനങ്ങിയ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. ബൈ ദ വേ, ഒരു കാര്യം പറയാൻ പറ്റും. ഈ എച്ച് വാല്യൂ എന്ന് പറഞ്ഞാല് ഞാൻ ഈ പോയിന്റിന്ന് എത്രത്തോളം മുന്നോട്ട് നീങ്ങിയതാ. ഇപ്പൊ നോക്ക്, ഇവിടെ ഈ നിൽക്കുന്ന 1.4 ഏതാ? ഇത് ഈ എക്സ് ആണ്. മനസ്സിലായി? ഈ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സിൽ എവിടെ നിൽക്കുന്നെന്നാ. നോക്ക്, ഇവിടെ ഞാൻ നിൽക്കുന്ന ഏതാ? ഓൾമോസ്റ്റ് 1.4 അതാണ് ഈ പോയിന്റ്. ഈ എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര എക്സ് മുന്നോട്ട് നീങ്ങിയെന്ന. മനസ്സിലായോ? അതായത് 1.4ന്ന് 0.330 ഞാൻ മുന്നോട്ട് പോയത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഡെൽറ്റ എക്സ് വാല്യൂ എപ്പോഴും എച്ച് വാല്യൂ ആയിരിക്കും. അതായത് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഞാൻ 0.330 ഇങ്ങോട്ട് മാറി എന്നാ പറയുന്നത്. അപ്പൊ കറണ്ട് വാല്യൂ എത്ര ആയിരിക്കും? ഒരു 1.7 ആയിരിക്കുമല്ലോ. ഇവിടുന്ന് ഈ പോയിന്റിന്റെ നേരെ താപ്പോടെ എടുത്താൽ 1.7 ആയിരിക്കും. ബേസിക്കലി ഒന്നൊരു കൺഫ്യൂഷൻ ആവില്ല. 1.4ന്ന് നമ്മൾ ഒരു 1.733 വരെ ഇങ്ങോട്ട് നീങ്ങി. അതായത് ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നമ്മുടെ ഈ എച്ച് വാല്യൂ ആയിരിക്കും. അതാണ് ഈ എച്ച് വാല്യൂ, അല്ലാതെ വേറൊന്നുമല്ല. കണ്ടുപിടിക്കണ്ട. എ എന്ന് പറയുന്നത് നമ്മൾ എക്സിൽ എവിടെ നിൽക്കുകയെന്നും എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മുടെ ചേഞ്ച് ഇൻ എക്സ് എന്നും. ഓക്കെ, ബാക്ക് ടു അവർ സിറ്റുവേഷൻ. നമുക്കറിയാം ഇവിടെ എന്താ ഇങ്ങോട്ട് കയറി പോകുമ്പോൾ ഇവിടെ ഇങ്ങോട്ടൊരു ചേഞ്ച് ഇൻ എക്സും ഉണ്ട്, ഇവിടെ ഒരു ചേഞ്ച് ഇൻ വൈയും ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ ചേഞ്ച് ഇൻ എക്സ് ആണോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് കണ്ടോ ഈ പോയിന്റിൽ നമ്മൾ ചേഞ്ച് ഇൻ എക്സ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോ 0.610? നമ്മുടെ ചേഞ്ച് ഇൻ എക്സ് എന്താണ്? 0.610. മനസ്സിലായോ? പക്ഷേ വൈ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുക. വൈക്ക് നമുക്ക് വേരിയബിൾ ഒന്നുമില്ല. നമ്മളിവിടെ എക്സ് ആ മാറ്റുന്നത്, അതിനനുസരിച്ച് വൈ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക.
ഓക്കെ, അത് കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ സിറ്റുവേഷൻ ഇവിടെ നമുക്കറിയാം ഇവിടുന്ന് ഈ പോയിന്റിലോട്ട് സ്ലോപ്പ് ഉണ്ട്. നമ്മളോട് പറഞ്ഞു ഈ പോയിന്റിലെ കണ്ടുപിടിച്ചല്ലേ. കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാലോ ആ പോയിന്റില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ നോക്കിയാലോ. ഇറങ്ങി 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 താപ്പോട്ട് വന്നേ, താഴോട്ട് വന്ന് 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 ഈ പോയിന്റ് വരെ എത്തുമ്പോൾ ഇപ്പൊ നമുക്കിത് രണ്ടും കൂട്ടിമുട്ടി ഒരു പോയിന്റ് ആയിട്ട് തോന്നിയില്ലേ? പക്ഷെ ഒരു പോയിന്റ് അല്ല. ഇവിടെ നോക്ക്, ചേഞ്ച് ഇൻ എക്സ്, അതായത് എച്ച് വാല്യൂ എപ്പോഴും 0.10 വാല്യൂ മാറിയിരിപ്പുണ്ട്. അതായത് ഒരിക്കലും ഇവിടെ ചേഞ്ച് ഇൻ എക്സ് 0 ഇല്ല. അതായത് ഈ പോയിന്റിൽ നിന്ന് ഒരു 0.01 എക്സ് നമ്മൾ റൈറ്റിലോട്ട് മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് y ഒരു 0.03 മേലോട്ട് കയറിയിട്ടുമുണ്ട്. ഓക്കെ, എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കും ഈ രണ്ട് പോയിന്റും ടച്ച് ചെയ്തിരിക്കുകയാണ്. അല്ല, വെറും തെറ്റിദ്ധാരണ. സൂമിൻ ചെയ്ത് നോക്കിയാൽ നമുക്കറിയുന്നുണ്ട് കേട്ടോ, ഈ രണ്ട് പോയിന്റ് തൊട്ടിട്ടില്ല. ഈ രണ്ട് പോയിന്റിന്റെ ഇടയിൽ ഒരു 0.01 എക്സ് ഡയറക്ഷന്റെ ഡിഫറൻസും ഉണ്ട്, ഒരു y ഡയറക്ഷനിൽ 0.03 ഡിഫറൻസും ഉണ്ട്. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ എന്താ? ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ എക്സ്, അതായത് 0.03 ഡിവൈഡ് ബൈ 0.01 ആണ് ഈ 2.810 എന്ന് പറയുന്ന വാല്യൂ. അതായത് ഇങ്ങനെ നമ്മൾ ഒരുപാട് അടുത്ത് വന്ന് സൂമിൻ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഈ രണ്ട് പോയിന്റ് തൊട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരുപാട് സൂം ഔട്ട് ചെയ്ത് ദൂരെ നോക്കിയാൽ നമുക്ക് മനസ്സിലോ ആ പോയിന്റ് തൊട്ടിരിക്കുവാണ്. ഇതാണ് ബേസിക്കലി ലിമിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ലിമിറ്റ്സ് എന്നല്ല ഞാൻ പറയുന്നത്, ലിമിറ്റ്സ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അതായത് നമ്മുടെ നേരത്തെ അതേ കേസ്. ഓക്കെ, നമ്മളെ പോയിന്റ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു. ഇതാണ് പോയിന്റ്. ഇതിനു മുമ്പ് നമ്മളൊരു രണ്ട് സാധനം പഠിക്കണം, സീക്കൻഡ് ആൻഡ് ടാൻജന്റ്. ഓക്കെ, വലുതായിട്ട് പേടിക്കുകയൊന്നും വേണ്ട, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്താൽ, അല്ലെ ഒരു കർവ് കൺസിഡർ ചെയ്താൽ, ആ കർവിൽ കൂടെ നമ്മൾ ലൈൻ വരച്ച് നോക്ക്. നമ്മുടെ ഈ കാണുന്ന ഈ ഡോട്ടഡ് ലൈനാണ് ആ ലൈൻ. ആ കർവിൽ ഏതേലും രണ്ട് പോയിന്റിൽ കൂടെ തൊട്ടു പോകുന്ന ലൈൻ, മനസ്സിലായോ? അതിനെയാണ് നമ്മൾ സീക്കൻഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്ക്, ഈ കാണുന്ന കർവിനെ അകത്തൂടെ ഒരു ലൈൻ ഇത് വരച്ചപ്പം അത് ഇവിടെയും കട്ട് ചെയ്തു, അതിന്റെ അകത്തൂടെ പോയിട്ട് ഇവിടെയും കട്ട് ചെയ്ത് വെളിയിറങ്ങി. ഇത് ആണ് ബേസിക്കലി നമ്മളൊരു സീക്കൻഡ് എന്ന് വിളിക്കുന്നത്, മനസ്സിലായി? ഇത് ഒരു കർവിന്റെ അകത്തൂടെ ലൈൻ വരച്ച ആ ലൈൻ അതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കട്ട് ചെയ്താൽ ആ ലൈനെയാണ് നമ്മൾ സീക്കൻഡ് എന്ന് വിളിക്കുന്നത്. ടാൻജന്റ് എന്താന്ന് ബേസിക്കലി ചോദിച്ചാൽ ആ കർവിനെ ഒറ്റ പോയിന്റിൽ കൂടെ കട്ട് ചെയ്തേ വെളിയിൽ കൂടെ പോകും, മനസ്സിലായോ? ഇത് നോക്ക്, ഇത് ഈ കർവിൽ ഒറ്റ പോയിന്റേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഒറ്റ പോയിന്റേ കട്ട് ചെയ്തിട്ടുള്ള നമ്മൾ ജസ്റ്റ് പറയുകയാണ്. ഇത് ആക്ച്വലി ട്രൂ ടാൻജന്റ് അല്ല. ട്രൂ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ഈ ലൈൻ എപ്പോഴും ഈ കർവിനെ ഒറ്റ പോയിന്റിൽ കൂടെ കട്ട് ചെയ്തു പോകും. അല്ലാതെ ഇപ്പൊ നേരത്തെ സീക്കൻഡ് കണ്ടില്ലേ, സീക്കൻഡ് നോക്ക്, ഇതിലും കട്ട് ചെയ്ത് ഇതിന്റെ അകത്തൂടെ കയറി ഇതിലും കട്ട് ചെയ്ത് ഇറങ്ങി പോകുന്നത്. ടാൻജന്റ് നോക്ക്, ഒറ്റ സർഫസിൽ തൊട്ട് പോകുന്നത്. ഇതാണ് ബേസിക്കലി ഈ സീക്കൻഡും ടാൻജന്റും തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ ഈ സീക്കൻഡും ടാൻജന്റും ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. ഇതാണ് സീക്കൻഡും ടാൻജന്റും. ഓക്കെ, അപ്പൊ നമ്മൾ സീക്കൻഡും ടാൻജന്റും എന്താന്ന് പറഞ്ഞല്ലോ. നമ്മളിവിടെ സ്ലോപ്പ് എടുത്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് ഈ ഗ്രാഫിന്റെ f(x²) എന്ന് പറഞ്ഞ ഇതിന്റെ നമ്മൾ തുടക്കം തൊട്ടുള്ള സ്ലോപ്പ് പഠിച്ചു വന്നപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സ്ലോപ്പ് എങ്ങനെ വരച്ചാലും ഇതൊരു സീക്കൻഡ്, കണ്ടോ? അതായത് ഞാൻ എങ്ങനെ ഈ സ്ലോപ്പ് വരച്ചാലും, ഇങ്ങോട്ട് കയറി വരച്ചാലും, എവിടെ വരച്ചാലും നടന്നു നോക്ക്, ഇത് രണ്ട് പോയിന്റ് കട്ട് ചെയ്തേ കർവിൽ കൂടെ ഇറങ്ങിപ്പോ. ഈ കർവ് എന്നല്ല, വേറൊരു കർവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടേ, നോക്ക്, കണ്ടോ? ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടാ മൂവ് ചെയ്ത, നോക്ക്, ഇതുവഴി കട്ട് ചെയ്ത് ഇറങ്ങിപ്പോയി. അത് മൂന്നാമത് വീണ്ടും ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അത് കാര്യമൊക്കെ കണ്ട, ഇവിടെ രണ്ട് പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ വേറൊരു ഫംഗ്ഷൻ കാണിച്ചു നോക്ക്, സൈൻ എക്സിന്റെ നോക്കുക, ഇവിടെയും കട്ട് ചെയ്യുന്നു, ഇവിടെയും കട്ട് ചെയ്യുന്നു. ഈ sin x x² ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. e⁻x കണ്ടേ, ഇത് നോക്കിയാലും എന്താ, അതായത് നമ്മൾ എപ്പോ സ്ലോപ്പ് നോക്കിയാലും ഈ ലൈൻ ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും കട്ട് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട്. അതായത് ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരുന്ന സ്ലോപ്പ് ഒരു സീക്കൻഡ് ലൈനാ.
മനസ്സിലായോ? അതായത് ഇതുവഴിയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്, ഇതുവഴിയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായോ? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സീക്കൻ ലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നില്ല, ചേട്ടാ ഇത്രയും നേരം സ്ലോപ്പ് അല്ല പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ഇപ്പതാ സീക്കൻ ലൈൻ വന്ന്. അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ വന്നല്ല, ഈ ഒരു ചരിവാണ്. ഇവിടെ ഈ ഒരു ചരിവ് എന്തുവാ, ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അതായത് ഇവിടുത്തെ സ്ലോപ്പ് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഇക്വേഷൻ പരമായിട്ട് നമുക്ക് ഈ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് എന്ന് എടുക്കാം. പക്ഷേങ്കിൽ അതിനെ വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ലൈൻ ആയിരിക്കും വരയ്ക്കുന്നത്. സ്ലോപ്പ് വിഷ്വലി വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ അതാ ഈ ലൈൻ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്, ഈ ഡോട്ടഡ് ലൈൻ. മനസ്സിലായോ? ഇത് ആ പോയിന്റ്സില്ല, അതായത് ഈ പോയിന്റിന്റെ ഇടയുള്ള സ്ലോപ്പ് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതാ ഇവിടുന്ന് ഇവിടം വരെ ഒരു വരയായിരിക്കും ബേസിക്കലി വരയ്ക്കുന്നത്. അത് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ച സമയത്ത് ഇപ്പം അത് കൺഫ്യൂഷൻ അടിക്കാൻ പറയല്ല. ഇതാ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്താ ഒരു ട്രയാങ്കിൾ വല്ല സംഭവമായിരിക്കും വരയ്ക്കുന്നത്. വിഷ്വലി വരയ്ക്കുവാണെങ്കിൽ വേണ്ട, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ സംഭവമായിരിക്കും നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞ് വരയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ഇത്രയും നേരം സ്ലോപ്പ് എന്ന് പറഞ്ഞ dy ബൈ ഡി എക്സ് ആയിരുന്നു. ഇപ്പൊ അതുകൊണ്ട് ഈ സ്ലോപ്പ് എങ്ങനെ ഈ പറഞ്ഞ ഡോട്ടഡ് ലൈൻ ആയി എന്ന് ഉള്ള കൺഫ്യൂഷൻ വേണ്ട. വിഷ്വലി ഈ dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വിഷ്വലി ഒരു സ്ലോപ്പ് ആയിട്ട് വരച്ച അതിതാ ഈ കാണുന്ന ലൈനാണ് ഈ രണ്ട് പോയിന്റിന്റെ ഇടയുള്ള സ്ലോപ്പ്. അതിനെ ഇച്ചിവിടെ നീട്ടി വരച്ചെന്നേ ഉള്ളൂ. ആ രണ്ട് പോയിന്റിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈൻ ബേസിക്കലി ഇതേ ലൈൻ തന്നെയാണ് ഈ മൊത്ത ലൈനും. ഇപ്പൊ മനസ്സിലായില്ലേ? വിഷ്വലി വരയ്ക്കുന്ന സ്ലോപ്പുകളെല്ലാം നമ്മൾ ഇപ്പൊ ഈ കണ്ട ഏത് കർവ് എടുത്താലും എന്താണ്, ഒരു സീക്കന്റ് ആണ്. അതായത് ഈ പോയിന്റും കട്ടി, ഈ പോയിന്റും കട്ടി. മനസ്സിലായോ? പക്ഷേങ്കില് ഒരു പോയിന്റിൽ മാത്രം അത് താഴോട്ട് വന്ന എക്സാക്ട്ലി ഇവിടെ എത്തുമ്പോൾ മാത്രം ആ സീക്കന്റ് മാറി ഇതൊരു ടാൻജന്റ് ആവും. മനസ്സിലായോ? ഈ ഒരു ഒറ്റ സ്ഥലത്ത് മാത്രം സീക്കന്റ് മാറി ടാൻജന്റ് ആവും. ഇതുവരെ നോക്ക്, ഇവിടെയും പോയിന്റ് ഉണ്ട്, ഇവിടെയും പോയിന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നാലും എന്താ, പോയിന്റ് ഉണ്ട് കണ്ടേ, ഇവിടെയും പോയിന്റ് ഉണ്ട്, ഇവിടെയും പോയിന്റ് ഉണ്ട്. സീക്കന്റ് ആണ്. ഒരു വാലിഡ് ചേഞ്ച് ഇൻ വൈ ഉണ്ട്, ഒരു വാലിഡ് ചേഞ്ച് ഇൻ എക്സും ഉണ്ട്. പക്ഷെ ഞാൻ കുറഞ്ഞ് ഇവിടം വരെ എത്തിയാല് ഇത് ആക്ച്വലി ഒരു സീക്കന്റ് ആണ്. മനസ്സിലായോ? പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് ഇതൊരു ടാൻജന്റ് ആണെന്നേ തോന്നും. അതിന്റെ കാര്യം എന്താ, ചേഞ്ച് ഇൻ വൈ എന്താ 0.01 ആണ്. അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടൊരു വാല്യൂ. ചേഞ്ച് ഇൻ എക്സ് എന്താ 0.01, വളരെ നെഗ്ലിജിബിൾ ആയിട്ടൊരു വാല്യൂ. ഇത് ഇനിയും ഞാൻ ഇച്ചിരൂടെ സൂം ഔട്ട് ചെയ്താൽ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇച്ചിരൂടെ കൊണ്ടുപോയി സൂമിൻ ചെയ്താൽ മനസ്സിലാവും. രണ്ട് പോയിന്റും തൊട്ടിട്ടില്ല. ബേസിക്കലി ഇതാ ഈ കാണുന്ന പോയിന്റും ഉണ്ട്, ഈ കാണുന്ന പോയിന്റും ഉണ്ട്. അപ്പൊ അതൊരു ബേസിക്കലി ഒരു സീക്കന്റ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് സൂം ഔട്ട് ചെയ്ത് നോക്ക്, ഇനി നോക്കിയാല് ഓക്കെ ഇത് 1 പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ടാൻജന്റ് ആയിട്ട് തോന്നും. ഇപ്പൊ ടാൻജന്റ് ആയിട്ട് പോയത് എങ്ങനെ, 0.010 എന്ന് പറഞ്ഞൊരു ചേഞ്ച് ഇൻ എക്സ് വാല്യൂ നമ്മൾ കൊടുത്തോണ്ടല്ലേ നമുക്കിത് ഏറ്റവും അടുത്തായിട്ട് തോന്നുന്നത്. ഇത് 0.010 വീണ്ടും താഴെ 0.0000010 എന്ന് കൊടുത്താല് വീണ്ടും എന്ത് ചെയ്യും, ഈ 2 പോയിന്റ്സ് അടുത്ത് വരും. ബൈ ദ വേ ഞാൻ ചെറിയ ചേഞ്ച് വരുത്തി, അതായത് ഈ പോയിന്റിന്റെ കളർ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാ. ജസ്റ്റ് ഒന്ന് സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് നേരത്തെ ഒരേ കളർ ഇരുന്നപ്പോഴല്ലേ മനസ്സിലാവുന്നില്ല. ഇപ്പൊ നോക്ക്, 2 പോയിന്റ് ഉണ്ട്, പക്ഷെ ചേഞ്ച് വളരെ കുറവാ. അതായത് ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് 0.010 ചേഞ്ച് ഇൻ വൈ അതിനനുസരിച്ച് കുറവാ. ചെറിയൊരു മാറ്റം വരുത്തി, അതുകൊണ്ടാണ് ഇപ്പൊ മാറിയത്. ഓക്കെ, അത് കണ്ട് കൺഫ്യൂഷൻ അടിക്കണ്ട, വേറെ സ്ലോപ്പ് ഒന്നുമില്ല, അതേ സ്ലോപ്പ് തന്നെ. ഞാൻ ജസ്റ്റ് കളർ ഒന്ന് മാറ്റിയെന്നുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞെന്താ 0.010 വന്നോണ്ടല്ല ഈ വാല്യൂസ് അതായത് ഈ ഗ്രീൻ ഡോട്ടിന്ന് ഈ റെഡ് ഡോട്ടിലോട്ട്, അതായത് മനസ്സിലായി, അതായത് ഈ ഗ്രീൻ ഡോട്ടിന്ന് ഈ റെഡ് ഡോട്ടിലോട്ട് 0.010 വാല്യൂ നമ്മൾ എക്സ് മൂവ് ചെയ്തിട്ടുള്ളു. അതിനനുസരിച്ച് y 0.008 വാല്യൂയും കൂടി. മനസ്സിലായ? അതായത് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ടേ ഉള്ളു. അത് നമ്മൾ ഇത്രയും സൂമിൻ ചെയ്ത് നോക്കിയാണ്ട് നമുക്ക് ഈ 2 പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷെ ഇത് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒറ്റ പോയിന്റ് എന്നേ മനസ്സിലോ. അപ്പൊ എന്ത് ചെയ്യുക, ഈ വാല്യൂ ഇനിയും താഴെ പോയാലോ, കണ്ടേ ഇങ്ങനെ നോക്ക്, 0.7 0.6. ഇനി ഒന്ന് സൂമിൻ ചെയ്ത് നോക്കിയേ, ഇപ്പതാ ഈ 2 പോയിന്റും ഏതാണ്ട് അടുത്ത് വന്നെന്ന് തോന്നിയില്ലേ, പക്ഷെ അടുത്തല്ല. ഇപ്പോഴും നോക്ക്, ഇവിടെ ഗ്രീൻ കളറിലെ ഡോട്ടും അതിന്റെ മേളിലായിട്ട് ഈ റെഡ് ഡോട്ടും കാണാം. അതായത് ഇപ്പം
എക്സിന്റെ ഡിഫറൻസ് എത്ര? 0.004 ആയേ. അപ്പൊ ഇച്ചിരി കൂടെ അടുത്ത് വന്നായിട്ട് തോന്നിയേ. സ്ലോപ്പ് ഇപ്പൊ അത്രയും കൂടെ കുറഞ്ഞേ. ഇനി ഈ വാല്യൂ വീണ്ടും താഴോട്ട് പോയാലോ? താഴോട്ടെത്തി. ഇപ്പൊ ഇതിന്റെ മാക്സിമം 0.001 ഇനി ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കിയേ. ഒരു പോയിന്റ് പോലെ തോന്നുന്നില്ലേ? അതായത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കണ്ണിനെങ്കിലും 0.001 ഡിഫറൻസ് വന്നപ്പോ 2 പോയിന്റ് ഒരുമിച്ച് തൊട്ടുവെന്ന് തോന്നിയില്ലേ? പക്ഷെ ആക്ച്വലി അപ്പോഴും തൊട്ടിട്ടില്ല. അപ്പോഴും എന്താണ് 0.001 വ്യത്യാസമുണ്ട് ഈ 2 പോയിന്റ് തമ്മിൽ. ഇൻ ടേൺ അവർ ആക്ച്വലി ഒരു സീക്കൻഡ് ആണ്. പക്ഷേങ്കില് നമ്മളെ ഒരുപാട് അടുത്തെത്തിക്കുമ്പം അവരൊരു ടാൻജന്റ് ആണെന്ന് നമുക്ക് തോന്നും. മനസ്സിലായി? ഇതാണ് ഇതിന്റെ മാജിക്. ഇതാണ് ബേസിക്കലി ലിമിറ്റ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ലിമിറ്റ് നമ്മൾ പഠിക്കുന്നത് എന്താ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഇക്വേഷൻ ഞാൻ പറയുന്നത്. അതായത് ഈ ഡെൽറ്റ എക്സ് വാല്യൂ ഇനിയും താഴോട്ട് പോയാൽ, ഇത് താഴോട്ട് പോയി ഈ ഡെൽറ്റ എക്സ് വാല്യൂ നമുക്ക് എത്ര എത്താൻ പറ്റും? അറ്റ് ലാസ്റ്റ് ഈ ഡെൽറ്റ എക്സ് വാല്യൂ നമുക്ക് എവിടം വരെ എത്താം? 0 വരെ എത്താം. അതായത് ഡെൽറ്റ എക്സ് വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താ? ആ പോയിന്റ്. മനസ്സിലായ? പക്ഷെ നമുക്കറിയാം ആ പോയിന്റിൽ ഒരിക്കലും ഒരു ചേഞ്ച് ഇൻ വൈയും ചേഞ്ച് ഇൻ എക്സും ഇല്ല. പക്ഷേങ്കില് അത് 0യോട് അടുക്കുന്ന ഒരു വാല്യൂ, ഇത് 0.001 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0യുടെ അടുത്തൊരു വാല്യൂ അല്ലേ? ഇനിയും കൂട്ടി 0.00001 എന്ന് എടുത്താൽ സ്റ്റിൽ അവർക്കിടയിൽ അത്രയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേങ്കിൽ അവരടുത്താന്ന് തോന്നും. മനസ്സിലായ? അതായത് ഈ സീക്കൻഡിനെ നമ്മൾ ഈ കണ്ട ഈ സീക്കൻഡ് ലൈനിനെ ഒരു ടാൻജന്റ് ആക്കിയാല് ആ ടാൻജന്റ് എന്ന് പറയുന്നതായിരിക്കും ആ പോയിന്റിലെ സ്ലോപ്പ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് നമുക്ക് ബേസിക്കലി വേണ്ടുന്ന ഈ പോയിന്റിലെ സ്ലോപ്പ് ആയിരുന്നു. നമുക്ക് പക്ഷെ അറിയാം ആ പോയിന്റിൽ ഒരിക്കലും നമുക്ക് സ്ലോപ്പ് കാണാൻ പറ്റത്തില്ല. കാരണം ഒരു ചേഞ്ച് ഇൻ വൈ ചേഞ്ച് ഇൻ എക്സും ഉണ്ടെങ്കിലേ ആ പോയിന്റിൽ അത് കയറി ഇറങ്ങിയെന്നെങ്കിലും അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വളരെ ചെറിയ ഒരു ചേഞ്ച് ഇൻ വൈയും വളരെ ചെറിയ ചേഞ്ച് ഇൻ എക്സും കൊടുക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ കണ്ണുകൊണ്ട് അവര് തോന്നും അവരടുത്താണ്. പക്ഷെ ആക്ച്വലി അവരടുത്തല്ല. ഇവിടെ നമ്മൾ 0.001 എടുത്തിട്ടുള്ളൂ. അപ്പോഴും ഇത് 0 ആയിട്ടില്ല. വരാൻ പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ എത്ര? 0 ആണ്. അതിന്റെ ഇടയുള്ള 0.00000000000 എത്ര വേണം വാല്യൂ വരാം. എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം പോയിന്റുകൾ എടുക്കും, അത്രത്തോളം ആക്യുറേറ്റ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സ്ലോപ്പ് അറ്റ് എ പോയിന്റ്. മനസ്സിലായോ? ഇങ്ങനാണ് ബേസിക്കലി നമുക്ക് സ്ലോപ്പ് അറ്റ് എ പോയിന്റ് കിട്ടുക. ഇനി സ്ലോപ്പ് അറ്റ് എ പോയിന്റ് അതേ ടാൻജന്റ് തന്നെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അതായത് ഇതൊരു സീക്കൻഡ് ആണ്. ദിസ് ഈസ് സ്ലോപ്പ് ബിറ്റ്വീൻ ദിസ് പോയിന്റ്സ്. ഓക്കെ, ഇത് അടുത്തടുത്ത് വന്ന ഇതൊരു ടാൻജന്റ് ആയി. ബട്ട് ദിസ് ഈസ് സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്, അതായത് സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്ന് വിളിക്കുന്നത് അതേ ടാൻജന്റ് തന്നെയാണ്.